അക്ഷര കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 കമ്പ്യൂട്ടർ സയൻസിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും നമ്മൾ പഠിച്ചത് C++ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ +2 വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ ആദ്യത്തെ 3 ചാപ്റ്ററും C++മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. മാത്രമല്ല ജാവാസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ PHP സ്ക്രിപ്റ്റ് എന്ന 2 കമ്പ്യൂട്ടർ ഭാഷകൾ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ വർഷം പഠിക്കാനുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. അപ്പോൾ അവിടെയും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് C++ൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്ററുകൾ കൂടുതലും നമുക്ക് C++മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല +2 കമ്പ്യൂട്ടർ സയൻസിന് ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് C++. +1 നിങ്ങൾ പഠിച്ച C++ൻ്റെ ഒരു ഓവർവ്യൂ, ഒരു ബ്രീഫ് സ്റ്റഡിയാണ് നിങ്ങൾ ആദ്യ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ 2 സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ C++ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് ടോക്കൺസ്. അപ്പോൾ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ ഭാഷയിൽ ഒരു കമ്പ്യൂട്ടർ ഭാഷ നമുക്ക് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഭാഷയിലും അതിൻ്റേതായ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിൽ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കമ്പ്യൂട്ടർ ഭാഷ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഭാഷ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പ്രോഗ്രാമുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ അതിനെ പൊതുവേ പറയുന്ന പേരാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺസ്. ഒരു C++ പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അതിലുള്ള ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് എന്ത് പറയുന്നത്? ടോക്കൺസ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്, നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ, ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ നമുക്ക് ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണെങ്കിൽ ക്യാരക്ടേഴ്സാണ്, ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണെങ്കിൽ ടോക്കൺസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു C++ പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നു. ഓരോ ബ്ലോക്കിനെയും ഓരോ ഭാഗത്തെയും നമുക്ക് എന്ത് വിളിക്കാം? ടോക്കൺസ് എന്ന് വിളിക്കാം. അതായത് ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത് ഏതെങ്കിലും, നമുക്ക് 5 ടോക്കണുകളാണ് പഠിക്കാനുള്ളത്. നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്ന ഏത് ഭാഗമായാലും ഏത് വേർഡ് എടുത്താലും അത് ഏതെങ്കിലും ഒരു ടോക്കണിനകത്ത് വരുന്നതായിരിക്കും. There are 5 types of tokens in C++. First one is keywords. ഒന്നാമത്തേത് കീവേഡ്സ് ആണ്. രണ്ടാമത്തേത് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ ഒന്നാമത്തേത് കീവേഡ്സ്, രണ്ടാമത്തേത് ഐഡൻറ്റിഫയേഴ്സ്, മൂന്നാമത്തേത് ലിറ്ററൽസ്, നാലാമത്തേത് പങ്ക്ച്വേറ്റേഴ്സ്, അവസാനം ഓപ്പറേറ്റേഴ്സ്. ഈ 5 ടോക്കണുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടോക്കണുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. These are 5 types. First one is keywords, second one is identifiers, third one is literals, punctuators, the last one is operators. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം പറയുന്നത് കീവേഡ്സാണ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് that cannot be redefined for any other purpose. അതായത് ഒരു C++ പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ചില വാക്കുകൾക്ക് പ്രത്യേക ഒരു മീനിങ് ഉണ്ടായിരിക്കും. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാമിലും ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ടായിരിക്കും. അവയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഈ റിസർവ് വേർഡ്സ് എന്ന് പറയാൻ കാരണം നമ്മളൊരു നമുക്ക് റിസർവ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു. അപ്പോൾ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് അല്ലെങ്കിൽ ആ സീറ്റ് വേറെ ആൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ കീവേഡ്സിന് ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്.
ആ കീവേഡിനെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സി ഔട്ട് എന്ന് പറയുന്നൊരു വേർഡ്, സി ഔട്ട് എന്ന് പറയുന്ന വേർഡിനൊരു മീനിങ് ഉണ്ട്. അതായത് C++ പ്രോഗ്രാമിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിലൊരു കാര്യം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് സി ഔട്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സി ഔട്ട് എന്ന് പറയുന്ന വേർഡ് വേറൊരു ആവശ്യത്തിന്, വേറെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു വേരിയബിളായിട്ടോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടോ ഒന്നും നമുക്ക് സി ഔട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഇൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റിനൊരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. ഇൻറ്റിജർ നമ്പർ, ഇൻറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണുമ്പോൾ കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യും ഇതെന്താണ്, ഇൻറ്റിജർ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. സി ഔട്ട്, ഇൻറ്റ്, ഇഫ്, വൈൽ, ഫോർ, ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇവയാണ് കീവേഡ്സ് എന്ന് പറയും. അപ്പോൾ കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കനോട്ട് ബി റീഡിഫൈൻഡ് ഫോർ എനി അതർ പർപ്പസ്. നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് ആണ് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഐഡൻറ്റിഫയേഴ്സ് അല്ലേ, ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പേരുണ്ട് അല്ലേ, നിങ്ങളുടെ പേര് വെച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങളിങ്ങ് വരും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഐഡൻറ്റിഫയേഴ്സ്. അതിൻ്റെ ആ ഒരു രീതിയിൽ ഓർമ്മിച്ചാൽ മതി, നമുക്ക് എന്താണ് മറന്നുപോയില്ല. എന്തിനാണ് ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് ഡേറ്റ കൊടുക്കും. നമ്പറുകളായിട്ടും അക്ഷരങ്ങളായിട്ടും പിക്ചറുകളായിട്ടും ഒരുപാട് ഡേറ്റ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ഡേറ്റ നമുക്ക് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അതിന് ഒരു മെമ്മറി ലൊക്കേഷനിലാണ് അത് സ്റ്റോർ ആകുന്നത്. ഇപ്പോൾ 2 സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് 2 ഇൻപുട്ട് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കും. അത് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, കമ്പ്യൂട്ടറിൻ്റെ 2 മെമ്മറി ലൊക്കേഷനുകളാണ്. ആ മെമ്മറി ലൊക്കേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിനൊരു പേര് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ വേരിയബിൾസ് എന്ന് പഠിക്കും. ആ വേരിയബിൾ എന്തിന് എക്സാമ്പിളാണ്, ഐഡൻറ്റിഫയേഴ്സ് ആണ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ട സാഹചര്യം വരും, വീണ്ടും ഡിസ്പ്ലേ ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഐഡൻറ്റിഫയർ ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സിനകത്ത് വേരിയബിൾസ് വരാം, അതുപോലെ ലേബിൾസ് വരാം, ഫംഗ്ഷൻ നെയിംസ് വരാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനുകൾ, നമ്മൾ കൊടുക്കുന്ന നമ്പറുകൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതൊരു ഐഡൻറ്റിഫയർ ആണ്. നമുക്ക് മാത്സിലൊക്കെ നമ്മൾ ചരങ്ങൾ വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട്, എക്സ് എന്നും വൈ എന്നും. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിളായിട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള പേരെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് റൂൾസ് ഉണ്ട് ഐഡൻറ്റിഫയേഴ്സ് കൊടുക്കുമ്പോൾ. എന്തൊക്കെയാണ് റൂൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്, കീവേഡുകളൊന്നും നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഐഡൻറ്റിഫയറിന് ഇടയിൽ ആ പേരിൽ എന്താണ് മറ്റ് സിമ്പലുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എക്സെപ്റ്റ് ഓൺലി വൺ സിമ്പിൾ, അണ്ടർസ്കോർ എന്ന സിമ്പിൾ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു സിമ്പിളും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരു വേരിയബിളിന് ഒരു പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ കൊടുക്കുമ്പോൾ ആദ്യത്തേത് ഒന്നുകിൽ ഒരു ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. നമ്പർ ഐഡൻറ്റിഫയറിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റും, പക്ഷേ സ്റ്റാർട്ടിങ് മസ്റ്റ് ബി എ ക്യാരക്ടർ ഓർ അണ്ടർസ്കോർ. സ്റ്റാർട്ടിങ് നമ്പർ കൊടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ 2A എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിഫയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഒരു വേരിയബിൾ നെയിം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് എക്സാമ്പിളാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ ഫംഗ്ഷൻ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളെ ചേർത്ത് പറയുന്നതാണ് ഫംഗ്ഷൻ. ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഫംഗ്ഷൻ നെയിം കൊടുക്കണം. ഒരു സെൻറ്റൻസ്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ലേബൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ലേബൽ നെയിമും ഫംഗ്ഷൻ നെയിമും വേരിയബിൾ നെയിമെല്ലാം ഏതിനകത്ത് വരുന്നതാണ്, ഐഡൻറ്റിഫയേഴ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ memory locations, statements or set of statements. Identifiers are used to identify memory locations, statements or set of statements. Memory location identify and variable, statement identify and label, set of statement identify and വേണ്ടിയിട്ട് function name. ഓക്കെ ആണ്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വേരിയബിൾ എഴുതുമ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്പർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് ലെറ്ററോ അതുപോലെ തന്നെ അണ്ടർസ്കോറോ തന്നെ ആയിരിക്കണം. അതുപോലെ വൈറ്റ് സ്പേസസ് ഇടയിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡൻറ്റിഫയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ വൈറ്റ് സ്പേസ് ഒന്നും അലൗഡ് അല്ല. വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയറിൽ കൊടുക്കാൻ പറ്റില്ല.
അപ്പോൾ എറർ കാണിക്കും. അപ്പോൾ കീവേഡ്സ് കൊടുക്കാൻ പാടില്ല, അത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരി, നമുക്ക് മൂന്നാമത്തെ ടോക്കണിലോട്ട് പോകാം. മൂന്നാമത്തെ ടോക്കൺ ലിറ്ററൽസ്. അപ്പോൾ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്ററൽസ് ആർ കോൺസ്റ്റൻസ്. ലിറ്ററൽസ് ആർ കോൺസ്റ്റന്റ് ദാറ്റ് കനോട്ട് ബി മോഡിഫൈഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ത്രൂ ഔട്ട്, ആദ്യം മുതൽ അവസാനം വരെ, ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ മാറ്റമില്ലാതെ തുടരുന്ന വാക്കുകളെയാണ്, വിലയിൽ വ്യത്യാസം വരാതെ വിലയിൽ വ്യത്യാസം വരാത്ത ടോക്കണുകളെയാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്കറിയാം. ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. 2 എന്ന് പറയുന്ന ആദ്യം മുതൽ അവസാനം വരെ 2 തന്നെയായിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു 2. എ എന്ന് പറയുന്ന വേരിയബിളിൽ 2 എന്ന വിലയുണ്ട്. ദെൻ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. എയുടെ വിലയുടെ ഇവിടെ 1 കൂടി. അപ്പോൾ എയുടെ വില 3 ആയി. വീണ്ടും എയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ എയുടെ വില എത്രയായി? ആദ്യം 2 ആയിരുന്നു, പിന്നെ 3 ആയി. അപ്പോൾ അവിടെ വേരിയബിൾ ചേഞ്ച് ചെയ്യില്ല, വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു വേരിയബിൾ. പക്ഷേ 2 എന്ന് പറയുന്നതും അതുപോലെ നമ്പേഴ്സ് എല്ലാം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ സിംഗിൾ കോഡ്സിനകത്ത് എഴുതുന്ന ലെറ്ററുകൾ എല്ലാം എന്താണ്? ലിറ്ററൽസ് ആണ്. ഡബിൾ കോഡ്സിനകത്ത് എഴുതുന്ന വാക്കുകൾ, ഇപ്പം ഞാൻ ഹായ് എന്ന് ഡബിൾ കോഡ്സിനകത്ത് എഴുതുകയാണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ദാറ്റ് കനോട്ട് ബി മോഡിഫൈഡ്. അതായത് നമുക്ക് പ്രോഗ്രാം തീരുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താൻ പറ്റില്ല. ദാറ്റ് കനോട്ട് ബി മോഡിഫൈഡ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലിറ്ററൽസ് നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെയാ ഇൻറ്റിജർ ലിറ്ററൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റിജർ ലിറ്ററൽ. 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ നമ്പറാണ്. അപ്പോൾ ഇൻറ്റിജർ ലിറ്ററൽ. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2.5 ഇതൊരു ഡെസിമൽ നമ്പറാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറയാം. 2.5 എന്ന് പറയുന്നത് റിമൈനിങ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ എക്സിക്യൂഷൻ. അപ്പോൾ എന്താ പറയുക? ഇൻറ്റിജർ ലിറ്ററൽ പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ പറഞ്ഞു. ദ തേർഡ് വൺ ഈസ് ക്യാരക്ടർ ലിറ്ററൽ. ഞാൻ പറഞ്ഞു സിംഗിൾ കോഡ്സിനകത്ത് എഴുതുന്ന അക്ഷരങ്ങൾ. സിംഗിൾ കോഡ്സിനകത്ത് എഴുതുന്ന അക്ഷരങ്ങളെല്ലാം ക്യാരക്ടർ ലിറ്ററലാണ്. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ വെറുതെ ഇപ്പോൾ എ എന്ന് എഴുതുകയാണെങ്കിൽ അതൊരു വേരിയബിൾ ആണ്. പക്ഷേ സിംഗിൾ കോഡ്സിനകത്ത് എഴുതുമ്പോൾ അതെന്താവും? ലിറ്ററലാവും, ക്യാരക്ടർ ലിറ്ററലാവും. ലാസ്റ്റ് വൺ സ്ട്രിങ് ലിറ്ററൽ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ കോഡ്സിനകത്ത് എഴുതുന്ന വാക്കുകളെയാണ് സ്ട്രിങ്. ഇപ്പോൾ ഹായ് എന്നൊരു വേർഡ് ഇതൊരു സ്ട്രിങ് ആണ്. ഒരു പേര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരാളുടെ പേര്, അതൊരു സ്ട്രിങ് ആണ്. കാരണം ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ്. കുറേ ലെറ്ററുകൾ ചേർന്നതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇതാണ് സ്ട്രിങ് ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ ആൻഡ് സ്ട്രിങ് ലിറ്ററൽ, അങ്ങനെ 4 ടൈപ്പ് ലിറ്ററലുകളാണ് ഉള്ളത്. അടുത്ത് പറയുന്ന പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ സിമ്പിൾസ്. ഇപ്പോൾ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം, എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വരികയാണ് എങ്കിൽ, ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് മാറുകയാണ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സ്പേസ് വരികയാണ് എങ്കിൽ, അതുപോലെ ഒരു ബ്രാക്കറ്റ് ഇടുകയാണ് എങ്കിൽ പോലും പ്രോഗ്രാം നമുക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എറർ ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ സിമ്പലിനും ഓരോ പർപ്പസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് അത് തന്നെ യൂസ് ചെയ്യണം. അവിടെ റൗണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എറർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പലുകളുണ്ട്. ഇതിനെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റേതായ പർപ്പസും ഉണ്ട്. അപ്പോൾ പങ്ക്ച്വേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് പങ്ക്ച്വേറ്റേഴ്സ്. ലാസ്റ്റ് വൺ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സും എന്ത് തന്നെയാണ്? സിമ്പിളുകൾ തന്നെയാണ്. ഓപ്പറേറ്റേഴ്സ് ആർ ആൾസോ സിമ്പിൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് ഓപ്പറേഷൻ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പലുകളെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രോഗ്രാമിങ്ങിലും പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇതൊക്കെ ഓപ്പറേഷൻസ് ആണ്. ഒരു ഓപ്പറേഷനിൽ ആരൊക്കെ ഉണ്ടാവും? ഓപ്പറൻറ്റും ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? A ഈസ് ഈക്വൽ ടു B+2. A ഈസ് ഈക്വൽ ടു B+2. ഇവിടെ നോക്കുക, A ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, B ഉണ്ട്, പ്ലസ് ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഈ എയും ബിയും 2വിനെയും നമുക്ക് ഓപ്പറൻ്റ് എന്നും ഈ ഈക്വൽ ടുവും അതുപോലെ തന്നെ പ്ലസിനെയും നമുക്ക് എന്നും പറയാം? ഓപ്പറേറ്റേഴ്സ് എന്നും പറയാം. ക്ലിയർ ആണല്ലോ? ഓപ്പറൻ്റ് 2 ടൈപ്പ് ഉണ്ട്, വേരിയബിളും ഉണ്ട്, അതുപോലെ കോൺസ്റ്റൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് 2. ബിയും എയും എന്താണ്? വേരിയബിളാണ്. അപ്പോൾ ഒരു ഓപ്പറേഷനിൽ ഓപ്പറൻ്റ് ഉണ്ടാവും, അതുപോലെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞത് ഓപ്പറേറ്റേഴ്സ് ആർ ആൾസോ സിമ്പിൾസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് ഓപ്പറേഷൻ.
ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വേറെ ഉണ്ട്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സും അതുപോലെ എന്താണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അങ്ങനെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ടോക്കൺസ് ആണ്. ഒരു C++ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് എന്ത് പറയുന്നത്, ടോക്കൺസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 5 ആയിട്ട് തിരിക്കാം. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. വേരിയബിൾസ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. വേരിയബിൾസ് ആർ മെമ്മറി ലൊക്കേഷൻസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫയിങ് മെമ്മറി ലൊക്കേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വേരിയബിൾസ് ആർ മെമ്മറി ലൊക്കേഷൻസ് ഓർ നെയിം ഓഫ് മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് പറയാം. ഓരോ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന സംഖ്യകളായിക്കോട്ടെ അക്ഷരങ്ങളായിക്കോട്ടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവണം. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന ഡേറ്റ നമുക്ക് വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിനൊരു പേര് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പേരുകളെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വേരിയബിൾസ് ആർ മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കാൻ ഒരു എക്സാമ്പിൾ എഴുതാം. നമ്മൾ ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതിയ സമയത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻറ്റ് എ. ഒരു എക്സാമ്പിളാണ് ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു വേരിയബിൾ എഴുതും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻറ്റ് എ എന്ന് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ എന്ത് ചെയ്യുന്നു, ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്ത് അതിനൊരു പേര് കൊടുക്കുന്നു, എന്താണ്, എ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമ്മൾ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് a = 5 എന്ന് എഴുതുകയാണ്. a = 5 എന്ന് നമ്മൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുക, 5 ഈസ് എ വാല്യൂ സ്റ്റോർഡ് ടു ദ വേരിയബിൾ എ. 5 എന്ന് പറയുന്ന വാല്യൂ എവിടെ സ്റ്റോർ ആവും, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവും. എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നമ്മളൊരു പേര് കൊടുത്തു, ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ എന്ത് സ്റ്റോർ ആവുന്നു, 5 സ്റ്റോർ ആവും. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷനെ ഏത് പേര് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്തു, എ എന്ന നെയിം ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഈ എ നമുക്ക് എന്ത് വിളിക്കാം, വേരിയബിൾ എന്ന് വിളിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻറ്റ് എയുടെ വാല്യൂ 5 കൊടുത്തു. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലാത്ത, അതായത് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വേരിയബിളിലൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആകുമെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് നമുക്കറിയില്ല, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കറിയില്ല, അത് അറിയേണ്ട ആവശ്യവും ഇല്ല. പക്ഷെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലാണ് ഈ 5 സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത പേരാണ് എ, പക്ഷെ അതിൻ്റെ അഡ്രസ്സ് കമ്പ്യൂട്ടർ തന്നെ ഒരു അഡ്രസ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ കമ്പ്യൂട്ടർ തന്നെ ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു 3 കാര്യങ്ങളായി അല്ലേ. വേരിയബിളിൻ്റെ പേരുണ്ട്, ആ വേരിയബിൾ അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷന് കൊടുത്ത വാല്യൂ ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ട്. വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്സ്, വാല്യൂ. ഈ മെമ്മറി അഡ്രസ്സിന് പറയുന്ന പേര് എൽ വാല്യൂ ഓഫ് എ വേരിയബിൾ എന്നാണ്. അപ്പോൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ഉണ്ട്, അതുപോലെ ആ മെമ്മറി ലൊക്കേഷൻ പർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ട്. ആ പർട്ടിക്കുലർ അഡ്രസ്സിനെ പറയുന്ന പേരെന്താണ്, എൽ വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ എൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ ഏതാണ്, 1011. നെക്സ്റ്റ് വൺ 5. ഈ 5 എന്ന് പറയുന്നത് അതിനകത്തുള്ള കണ്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ആ വാല്യൂവിനെ പറയുന്നത് ആർ വാല്യൂ ഓഫ് എ വേരിയബിൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ താഴെ തന്നിരിക്കുന്ന ഒരു ആർ വാല്യൂ, ഒരു വേരിയബിളിൻ്റെ ആർ വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. നമുക്ക് ഓപ്ഷൻ തന്നെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. എന്താണ്, 5 ആണ് അവിടെ. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ 5 ആണ് ആൻസർ. അപ്പോൾ ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന, ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെയാണ് ആ വേരിയബിളിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്രസ്സിനെയാണ് എൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ നെയിം മറക്കരുത്, എൽ വാല്യൂ മറക്കരുത്, ആർ വാല്യൂ മറക്കരുത്. അതുപോലെ വേരിയബിൾ നെയിം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, കീവേഡ്സ് വരാൻ പാടില്ല, അതുപോലെ തന്നെ സ്പേസ് വരാൻ പാടില്ല, ദെൻ സ്റ്റാർട്ടിങ് ഒരു ലെറ്റർ ആയിരിക്കണം, നമ്പർ വരാൻ പാടില്ല, ഒരു സിമ്പിൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ, ഏതാണ്, അണ്ടർസ്കോർ. അടുത്ത് ശ്രദ്ധിക്കുക, ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സ് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ ഡേറ്റ. നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്സ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ ഡേറ്റ. ദർ ആർ 3 types of data types in C++. C++ൽ 3 ടൈപ്പ് ഡേറ്റ ടൈപ്സ് ഉണ്ട്.
ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. ഒന്നാമത്തത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്, രണ്ടാമത്തത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. തേർഡ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്, ഇങ്ങനെ 3 ടൈപ്പ് ഡേറ്റയാണ് C++ൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആർ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ്. ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഡേറ്റ ടൈപ്പുകളാണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആർ ബേസിക് ഡേറ്റ ടൈപ്പ് ഓർ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ്. ക്ലിയർ ആണല്ലോ? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ടൈപ്പുകളെയാണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഒന്ന് ഇൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആണ് പറയുന്നത്. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ. The last one is void. ഈ 5 ഡേറ്റ ടൈപ്പുകൾ ഏതിന് ഉദാഹരണമാണ്? ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്? ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇൻറ്റിജർ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഇൻറ്റ്. ക്യാർ, അക്ഷരങ്ങൾ, ക്യാരക്ടേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ക്യാർ. ഫ്ലോട്ട്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഞാൻ പറഞ്ഞു ഡെസിമൽ പാർട്ടുള്ള നമ്പേഴ്സിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഏത്? ഫ്ലോട്ട്. നെക്സ്റ്റ് ആണ് ഡബിൾ. ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അതായത് പോയിന്റിന് ശേഷം വരുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഡബിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. ദ ലാസ്റ്റ് വൺ ഈസ് void. void മീൻസ് നത്തിങ്, empty ടൈപ്പ് ഓഫ് ഡേറ്റ. ഇപ്പോൾ ഡേറ്റ ഒന്നുമില്ല എങ്കിൽ നമ്മൾ അത് ഏതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം? void എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്: ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, void.